ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയിൽ പ്രതിഷേധം ശക്തമാക്കി ഹൈന്ദവ സംഘടനകൾ. നാളെ ഹിന്ദു ഐക്യവേദിയും ശബരിമല അയ്യപ്പ സേവാ സമാജവും സെക്രട്ടേറിയറ്റ് ധർണ നടത്തും. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് സംഘിൻ്റെ നേതൃത്വത്തിൽ ബോർഡ് ആസ്ഥാനത്തേക്കും മാർച്ച് നടത്തും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഒരു ഭാഗത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നു, മറുഭാഗത്ത് ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം കനക്കുന്നു. നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഹിന്ദു ഐക്യവേദിയും അതുപോലെ ശബരിമല അയ്യപ്പ സേവാ സമാജവും മാർച്ച് നടത്തും. സെക്രട്ടേറിയറ്റ് ധർണ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്താണ് വിശദാംശങ്ങൾ പ്രജിത്ത്? അനിൽ, കഴിഞ്ഞ കുറച്ചു കാലമായി ഇപ്പോൾ പുറത്തു വരുന്ന ശബരിമലയടക്കം കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഒന്നെങ്കിൽ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ അത് പൂർണ്ണമായും അപഹരിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു, ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ അന്യദാനപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു. അങ്ങനെ വലിയ രീതിയിൽ ക്ഷേത്രഭരണം രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിലനിൽക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. ഈ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ആ പ്രതിഷേധങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയെന്ന നിലയിലാണ് നാളെ ഹിന്ദു ഐക്യവേദിയും ശബരിമല അയ്യപ്പ സേവാ സമാജവും സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ നടത്തുന്നത്. സർക്കാർ ഈ പറയുന്ന രീതിയിലുള്ള ക്ഷേത്രങ്ങളുടെ ഭരണത്തിൽ ഇടപെടുന്നത് ഒഴിവാക്കുക, രാഷ്ട്രീയമുക്തമാക്കുക കേരളത്തിലെ ക്ഷേത്രങ്ങൾ, അതോടൊപ്പം തന്നെ നഷ്ടമായിട്ടുള്ള സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും ഭൂമിയുടെയും ഒക്കെ തിരിച്ചുപിടിക്കുന്നത് സാധ്യമാക്കുക തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ സംഘടനയായിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് സംഘം ഒരു പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്. നാളെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്കാണ് അവർ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നിലവിലുണ്ടായിട്ടുള്ള ഈ ജീർണതയിൽ നിന്ന് മോചിപ്പിക്കുക എന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് ശബരിമല അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ജീവനക്കാരടക്കം നേരിടുന്ന വലിയ സമ്മർദ്ദങ്ങളുണ്ട്. ഈ പറയുന്ന രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ കേൾക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ക്ഷേത്രഭരണത്തിൽ ശരിയല്ലാത്ത രീതിയിലുള്ള സമീപനങ്ങൾ കടന്നു വരുന്നതും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് അവരും പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അങ്ങനെ നാളെ തലസ്ഥാനത്ത് വീണ്ടും ഹൈന്ദവ സംഘടനകളുടെ വലിയ പ്രതിഷേധങ്ങളിലേക്ക്, ഒരേ സമയം തന്നെ പലയിടങ്ങളിലായിട്ടുള്ള പ്രതിഷേധങ്ങളിലേക്ക് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോകുകയാണ് എന്നുള്ളതാണ്. അനിൽ നമ്പ്യാർ. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ നാളെയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം. ഇരമ്പും ഹിന്ദു ഐക്യവേദിയും ശബരിമല അയ്യപ്പ സേവാ സമാജവും സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രജിത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.